ഹായ് നമസ്കാരം, നന്ദകുമാറാണ്. അപ്പൊ ഇന്നൊരു പുതിയ വിഷയമായിട്ട് ഒന്നുകൂടെ ഒന്നും എടുക്കണ്ട, ഇപ്പൊ അത് കുഴപ്പമില്ല. ഹായ് നമസ്കാരം, നന്ദകുമാറാണ്. ചിരിക്കാതെ. അപ്പൊ ഒരു വലിയൊരു ചരിത്ര കഥ പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. 1998 ഈ കഥ നടക്കുന്നത്. വളരെ ഭയങ്കരമായിട്ടൊരു ഹിസ്റ്ററി അതിന്റെ പിന്നിലുണ്ട്. സിനിമ കഥയാണ്, ഒരു സിനിമ സൃഷ്ടിച്ച ആളുടെ ഒരു കഥയാണ്. ചിരിക്കാതെ. അപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാരും കണ്ട ഒരു സിനിമയാണ് ജോക്കർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ലേ. അതായത് എന്തുവാണ് ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പടത്തിന്റെ അകത്ത് വില്ലനായിരുന്നു ജോക്കർ. അപ്പൊ ഈ ജോക്കറിന്റെ ആ ജോക്കർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ സൃഷ്ടിച്ച് ആ സിനിമ നമ്മളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു തന്ന ഒരു മഹാനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ടുള്ള ക്രിസ്റ്റഫർ നോളന്റെ കഥയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. 1998 കാലഘട്ടം. അന്ന് നോളൻ ഇങ്ങനെ വെറുതെ തെറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സമയം പുള്ളിയുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാക്കാനായിട്ടൊരു ആഗ്രഹം വരികയാണ്. അങ്ങനെ ആഗ്രഹം വന്നപ്പോൾ എന്ത് ചെയ്യും? സിനിമ ഉണ്ടാക്കണമെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യും? അതിന് പൈസ വേണം, പിന്നെ പഠിത്തം വേണം, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് കുറേ പരിപാടികൾ വേണം. അങ്ങനെ 100,000 പരിപാടികളുണ്ട്. പ്രധാനമായിട്ട് പൈസ വേണം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പുള്ളിയുടെ ആഗ്രഹമാണല്ലോ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം, അല്ലാതെ ഒരു 50,000 കോടി രൂപയുടെ പടം ചെയ്യാൻ അങ്ങനെയൊന്നുമല്ല. ഒരു സിനിമ ചെയ്യാന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ആഗ്രഹമാണ് പുള്ളിക്ക് വന്നത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരോടൊക്കെ പോയി പറഞ്ഞു, എടാ മക്കളെടാ, എനിക്ക് ഇന്ന പോലെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്താണ് അതിൻ്റെ പരിപാടി, എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞാൽ പെട്ടെന്നൊന്നും സിനിമ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം കളിയാക്കുമല്ലോ ചെയ്യത്തുള്ളൂ. നമ്മളതിന് കുറേ അന്വേഷിച്ച് നടക്കണം, തിരിഞ്ഞ് നടക്കണം, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ കാലും കൈയും ഒക്കെ പിടിക്കണം, അസിസ്റ്റൻ്റ് ആവണം, അങ്ങനെയൊക്കെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ആ പരിപാടിക്കൊന്നും നോളജ് അത്ര വലിയ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. കാര്യം അതൊക്കെ ഭയങ്കര കഠിനമായിട്ടുള്ള റൂട്ടുകളാണ്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതെന്ന് പറയുന്ന ഒരു ഇപ്പം വന്നിട്ടുള്ള ഒരു പുതിയൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ. ആ ഒരു ഐഡിയോളജി നോളൻ്റെ തലച്ചോറിലേക്ക് വരണം. അപ്പം നോളൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, കൂട്ടുകാരെയും വിളിച്ചു, അവർ താമസിച്ച സ്ഥലവും ഇവർ താമസിച്ച സ്ഥലവും അവർ ഡെയിലി നടന്നു പോകുന്ന സ്ഥലമൊക്കെ ആയിട്ടുള്ള ലൊക്കേഷൻസുകളൊക്കെ കണ്ടെത്തി ഒരു കുണക്കാച്ചി ക്യാമറ എടുത്തിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, സിനിമ കളറിലൊക്കെ കാണിക്കണമെങ്കിൽ കാശ് ഒരുപാടാവും, കളർ ഗ്രേഡ് മറ്റേത് വാങ്ങാത്ത അങ്ങനെ കുറേ സംഭവം. പിന്നെ കൊമേഴ്ഷ്യലി ഇറക്കണമെങ്കിലും ഭയങ്കര കാശ്. നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കൊണ്ടെടുക്കാം. അങ്ങനെ പുള്ളി നേരെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉണ്ടാക്കാം എന്ന് കൂട്ടുകാരോട് പറയുന്നു. കൂട്ടുകാർ ചിരിക്കും, സ്വാഭാവികമായിട്ടും ചിരിക്കുമല്ലോ. ആ ചിരി നിന്നതിന് ശേഷം നമ്മൾ ഒരു മനുഷ്യൻ എത്ര നേരമൊക്കെ നിന്ന് ചിരിക്കും, എത്ര ചിരിച്ചാലും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിരി നിൽക്കുമ്പോൾ ഒരു സസ്റ്റെയിൻ ടൈമിംഗ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ സമയമുണ്ട്. ആ സമയം പുള്ളി ഇവരുടെ കളിയാക്കലുകളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ സമയമായപ്പോഴത്തേക്കിനും ഇയാൾ വീണ്ടും ആവർത്തിച്ചു, നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുക്കാം. അപ്പോൾ അവർ ചോദിച്ചു, പൈസ ഒരു 1.5 ലക്ഷം രൂപ മതി, അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപ മതി. 1998 കാലഘട്ടമാണെന്ന് ആലോചിക്കണം. അന്ന് ഡോളറിൻ്റെ നിരക്ക് ഏകദേശം 42 രൂപയുടെ അടുത്താണ്. ഇന്നിപ്പോൾ 84-85 രൂപയുടെ അടുത്തുണ്ട്. അന്ന് 42 രൂപയാണ് ഒരു ഡോളറിനുള്ളത്. അപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞു, നമുക്കൊരു $3,500, മാക്സിമം ഒരു $6,000. ഇത് $6,000 എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു എന്താ പറയുക, ഒരു 3 ലക്ഷം രൂപ, 2.5-3 ലക്ഷം രൂപ, അതിൻ്റെ ഗ്യാപ്പിലാണ് വരത്തുള്ളൂ. അറൗണ്ട് ആട്ടോ പറയുന്നത്. അപ്പോൾ 1.5 ലക്ഷം രൂപ കുഴപ്പമില്ല, നമുക്ക് എവിടുന്നേലൊക്കെ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു നേരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നതും ഈ ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ്. കാര്യം പുള്ളി ഒറ്റയ്ക്ക് വഴിവെട്ടി വരണമല്ലോ, പുള്ളിയുടെ ഒരു ആഗ്രഹം അങ്ങനെയാണല്ലോ. അങ്ങനെ പുള്ളി നടക്കുന്നു, കൂട്ടുകാരെ കൊടുത്ത് അവരുടെ റൂമിൽ പോകുന്നു, അവരെയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിനയിപ്പിക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു കുഞ്ഞിരാമ, ഇങ്ങോട്ട് നടക്കുന്നു കുഞ്ഞിരാമ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ പരിപാടിയൊക്കെ ചെയ്ത് പടം പൂർത്തീകരിച്ചു. തിയേറ്ററിൽ അവർ റിലീസ് ചെയ്തു. അങ്ങനെ ആ സിനിമയുടെ പേര് ഫോളോവിങ് എന്നാണ്. ഫോളോ ചെയ്യുക, ഫോളോവിങ് എന്ന് വെച്ചാൽ എന്താണ്, ഫോളോ ചെയ്യുക എന്നുള്ളതല്ലേ, ഫോളോവിങ് എന്നാണ് സിനിമയുടെ പേര്. ഫോളോവിങ് എന്നുള്ള പേര് കേട്ടപ്പോൾ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ആൾക്കാരെല്ലാവരും അത് ചർച്ചയാക്കി, ആരാടാ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊണ്ടുവന്ന് സിനിമ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഇറക്കിയെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നിയവന്മാരെല്ലാവരും പോയി തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ സിനിമയ്ക്കുള്ളൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എത്ര രൂപയ്ക്ക്
ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്താണ് ജനങ്ങളെ കാണിക്കുന്നത് എന്നുള്ളതാണ്. അതാണല്ലോ സിനിമയുടെ ഒരു മെയിൻ പരിപാടി. അങ്ങനെ ആൾക്കാർക്ക് മുഴുവൻ ആശ്ചര്യം, ഈ ഫോളോവിങ് എന്ന് പറയുന്ന പരിപാടി എങ്ങനെയാണ്, എന്തുവാ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ പോയി. അങ്ങനെ അവിടെ ചെന്നിരുന്ന് അവർ പടം കാണും, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം കാണുന്നത്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പം കോണ്ടന്റ് വൈസ് ഇൻട്രസ്റ്റിങ്, ഒരു രക്ഷയില്ല. ആൾക്കാർക്ക് എന്തൊക്കെ പരിപാടി കാണിച്ചു വെച്ചേക്കണെന്നുള്ളൊരു പരിപാടി. അപ്പോൾ കുറച്ച് പേര് പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞു, ഇത് നോർമൽ സിനിമയൊന്നും അല്ലെന്നേ, ഇത് എന്തോ വേറെന്തോ പരിപാടി എന്തുവാണ്, അല്ലാതെ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ പോലെയൊന്നും അല്ല, ഇതെന്ത് അവനൊന്നും സിനിമ എടുക്കാൻ അറിയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ പേര് പറഞ്ഞു. പിന്നെ കുറേ പേര് പറഞ്ഞു അത് ദാറ്റ്സ് വെരി അമേസിങ്, ദ വിഷ്വലൈസേഷൻ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് വെരി ദ ഡ്രാമ സ്റ്റേജസ് എന്നൊക്കെ കണസ കുണസ എന്നൊക്കെ പറഞ്ഞു. വേറെ കുറേ ആൾക്കാർ അവിടെ പറഞ്ഞു. അങ്ങനെ ചുറ്റുവട്ടത്തൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ ചർച്ച ചെയ്യും. അപ്പോൾ ഓരോരുത്തർ പറയാൻ തുടങ്ങി, എടാ ഒരു പുതിയ ചെറുക്കൻ ഒരു പടം കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടോ, ഫോളോവിങ് എന്നാണ് പേര്. അത് കണ്ടു, പക്ഷെ എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലായി, നിനക്കുമല്ലോ മനസ്സിലായി. അങ്ങനെ ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചർച്ച ചെയ്തപ്പോൾ ഓരോ തൊഴിലിടങ്ങളിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി, വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കലി ഇത് കാണണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് വന്നു. അങ്ങനെ ഉണ്ടാവേ പടത്തിന് ആൾ കയറാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാർ കയറി സംസാരിച്ച് അവരെ ആസ്വദിച്ച് പുറത്തിറങ്ങി. പടം തിയേറ്ററിൽ നിന്ന് വിട്ടുപോയ സമയത്ത് തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റുമല്ലോ. അപ്പോൾ ക്രിസ്റ്റഫർ നോളന് ഏകദേശം 60 ലക്ഷം രൂപ കിട്ടി. 1.5 ലക്ഷം രൂപയാണ് അളിയെ മുടക്കിയിട്ടുള്ളൂ എന്ന് ഓർക്കണം കേട്ടോ. പടം കയറി വർക്കായി. ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഉണ്ടെന്നുള്ള പരിപാടി ആൾക്കാർ അറിയാൻ തുടങ്ങി. അങ്ങനെ ആ പുള്ളിക്ക് ആദ്യത്തെ സിനിമയിൽ തന്നെ 10 ഇരട്ടി ലാഭമാണ് ഉണ്ടാക്കിയത്. 1.5 ലക്ഷം രൂപയാണ് ആ പടം മുടക്കിയിട്ടുള്ളൂ. ആ മുടക്കിയതിൻ്റെ 10-50 ഇരട്ടി രൂപ ലാഭം, പ്രോഫിറ്റ്. നമ്മളൊരു ബിസിനസ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി അല്ലെങ്കിൽ 50 ഇരട്ടി ലാഭം കിട്ടുക എന്ന് പറയുന്നത് ദാറ്റ്സ് എ വെരി ബ്രില്യൻ്റ് ഐഡിയ. ആ ഫോർമുല പുള്ളി ഇവിടെ യൂസ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടികൾ മുടക്കിയിട്ട് 1000 രൂപ പോലും കിട്ടാത്ത പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഒരു സ്ഥലത്ത്, വെറും 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് 60 ലക്ഷം രൂപ കിട്ടിയ ആള് വേറൊരു സ്ഥലത്ത്. അപ്പം ഈ തിയേറ്ററിൽ ഇങ്ങനെ വന്ന് ഭയങ്കര ഭീകരമായ ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്തു എന്ന് പറയുന്ന വാർത്ത അവിടെയുള്ള പത്രത്തിലും അവിടെ ഇവിടെയൊക്കെ വരാൻ തുടങ്ങി. അപ്പം നോർമലി എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണാൻ തിയേറ്ററിൽ പോയി കാണാനായിട്ട് സാധിക്കാവുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു, ടി വിയിൽ കാണാമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ടി വിക്കാർക്ക് മനസ്സിലായി. അങ്ങനെ ടി വിക്കാർ വീണ്ടും ഒരു എമൗണ്ട് കൊടുത്തിട്ട് ആ സിനിമ ടി വിയിൽ പ്രദർശിപ്പിക്കാൻ മേടിച്ചു. അവിടെയും നോളന് ലാഭം. അത് കഴിഞ്ഞിട്ട് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വന്നപ്പോൾ ഇൻ്റർനെറ്റിൽ ഇടാനെന്ന് പറഞ്ഞ് വീണ്ടും കാശ് കൊടുത്ത് ആ സിനിമ മേടിച്ചു. അങ്ങനെ നോളൻ ആ സിനിമ കൊണ്ടിട്ട് നല്ല ലാഭമുണ്ടായി, ചർച്ചയായി. അങ്ങനെ 98 കഴിഞ്ഞ് 99 പുള്ളിയൊന്നും ചെയ്തില്ല. ഒരു കൊല്ലത്തോളം പുള്ളി പറന്നിങ്ങനെ നടക്കാണ്. കാര്യം എന്താ, ഒരു നിശ്ചിത ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ലാഭം കയറി അയാളുടെ സ്വന്തം പൈസ അയാൾക്ക് ആരോടെങ്കിലും ചോദിക്കണോ, കടം ചോദിക്കേണ്ട ആവശ്യം പോലില്ല. പുള്ളിക്ക് ഒരു ബെൻസ് എടുത്ത് പോകണമല്ലോ, BMW എടുത്ത് പോകണമല്ലോ, ഓടി എടുത്ത് പോകണമല്ലോ, ഒന്നും പ്രശ്നമില്ല. ഇനി ഫ്ലൈ ചെയ്ത് യാത്ര ചെയ്യണതിൽ പ്രശ്നമില്ല. പുള്ളിക്ക് ആസ്വദിച്ച് അർമാദിക്കാനായിട്ട് പ്രശ്നമില്ല. അതിനൊക്കെയുള്ള കാശ് കിടക്കല്ല കയ്യിൽ. പക്ഷെ അയാൾ എന്താ ചെയ്തതെന്നറിയോ, രണ്ടാമത് പുള്ളി 22 കോടി രൂപയുടെ പടം അങ്ങോട്ട് ചെയ്തു. നെക്സ്റ്റ് പടം 22 കോടി രൂപയായിരുന്നു ബഡ്ജറ്റ്. അത് കഴിഞ്ഞ് പിന്നെ വെച്ചടി കയറ്റമായി. ലോകം മുഴുവനും ചർച്ചയായി. ഈ പറഞ്ഞ ഡാർക്ക് നൈറ്റിൻ്റെ അകത്ത് ജോക്കർ എന്ന് പറയുന്ന ഒരാളെ പുള്ളി കൊണ്ടുവന്ന് പടത്തിന് ഓസ്കാർ ലെവൽ അവാർഡ് കിട്ടി. എവിടെ പോയെന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലായി. ആ സമയത്ത് ആ പുള്ളി ഈ ഐഡിയ ആദ്യം പറയുന്ന സമയത്ത്, ഇത് ഇത്ര ആവുള്ളൂടാ, ഇതൊന്നും എൻ്റെ കൂട്ടത്തിലൊന്നും ചെയ്യുക, എൻ്റെ കൂട്ടത്തിലൊന്ന് സപ്പോർട്ട് ചെയ്ത് വാ എന്ന് പറയുന്ന സമയത്ത് കളിയാക്കിയ ആൾക്കാരുണ്ട്. ആ കളിയാക്കിയ ആൾക്കാരുടെ മുന്നിൽ അയാൾ സങ്കടപ്പെട്ടിരുന്നു എങ്കിൽ ക്രിസ്റ്റഫർ നോളൻ ഇന്ന് നമ്മൾ കാണുന്ന ലെവലിലെത്തത്തില്ല. അതുപോലെ തന്നെ ആ ക്രിസ്റ്റഫർ നോളൻ ഈ കളിയാക്കിയ ആൾക്കാരുടെ കളിയാക്കലുകൾ തീരുന്നത് വരെ ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൂടെ ചേർത്ത് അയാളൊരു സൃഷ്ടി ഉണ്ടാക്കുകയും ആ സൃഷ്ടി പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അയാൾക്കൊരു ലൈഫ് ഉണ്ടായി. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങളൊരു ചെറിയ ഐഡിയ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു പരിപാടിയായിട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുന്നിലോ ഫാമിലിയുടെ മുന്നിലോ ചെല്ലുമ്പോൾ ആരെങ്കിലും കളിയാക്കുവാണെങ്കിൽ ആ കളിയാക്കൽ കേട്ട് സങ്കടപ്പെടാതിരിക്കുക.
കാരണം നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവൂ. കഴിവ് അല്ലെങ്കിൽ ആഗ്രഹം ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നാണ് വരിക. നമ്മളെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും കളിയാക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയനെ ആരെങ്കിലും പുച്ഛിക്കുകയോ ചെയ്താൽ ജസ്റ്റ് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിയുമ്പോൾ ഈ കളിയാക്കിയ ആൾക്കാർ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു നിൽപ്പുണ്ടാവും. രസമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഐഡിയ വന്നാൽ ചെയ്യുക. കാര്യം ചരിത്രം ഉണ്ടാക്കിയവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ബൈ. അടുത്ത വിഷയമായിട്ട് അടുത്ത ഇതിൽ വരാം. എന്താണോ ഒന്നും മിണ്ടല്ലേ നീ ഒന്നും? എന്താണ്ടാ നീ ചിരിക്കല്ലേ?